ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്ര മനോഹരവും അനുഗ്രഹവുമാണെന്ന് നാം ദിനം പ്രതി രുചിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് നാം വായിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസത്തിൻ്റെ അനുഭവം ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതവർ അനുഭവിച്ച് അറിയേണ്ടത് തന്നെ. ആരെങ്കിലും ഇതുവരെയും അപ്രകാരം അനുഭവിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്രകാരമുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ കുറച്ച് സമയം നാം കഴിഞ്ഞ 3 സർമണിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 പ്രസംഗത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതം എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. എപ്രകാരം നമ്മുടെ കുടുംബ ജീവിതം നാം കൊണ്ടുപോകണം. നാം വിവാഹത്തിൽ തുടങ്ങുകയാണ് നമ്മുടെ കുടുംബജീവിതം. നമ്മുടെ വിവാഹം അതെപ്രകാരമായിരിക്കണം, ആരോടുകൂടെ ആയിരിക്കണം, ഏതിൻ്റെ അടിസ്ഥാന പ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. കുടുംബജീവിതത്തിൽ ഭർത്താവ് എപ്രകാരമായിരിക്കണം, ഭാര്യ എപ്രകാരമായിരിക്കണം, ഏത് മനോഭാവത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. മക്കളെ എപ്രകാരം വളർത്തണം, മക്കളെ എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ നാം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിച്ചു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോൾ ഇയ്യോബ് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഇയ്യോബ് മുന്നോട്ട് നയിച്ചപ്പോൾ ദൈവത്തിൻ്റെ അധികമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇന്നത്തെ ദിവസവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കുടുംബം ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ദൈവം നിർമ്മിച്ച കുടുംബമാണ്. എല്ലാവർക്കും പറയാം, ആദാമും ഹവ്വയും. ആദാം ഹവ്വയുടെ കുടുംബജീവിതം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അത് നാം ഒരിക്കൽ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങളും ഓർക്കുക, ദൈവം ഈ ഭൂമിയിൽ 6 ദിവസം കൊണ്ട് ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചു. ആ 6 ദിവസത്തിനോട് കൂടി തന്നെ മനുഷ്യനെയും സൃഷ്ടിച്ചു. ബാക്കിയുള്ള 5 ദിവസവും, ആദ്യത്തെ 5 ദിവസവും ഈ ഭൂമിയിലെ എല്ലാവിധമായിട്ടുള്ള നാം കാണുന്ന ചുറ്റുവട്ടത്ത് കാണുന്നത് നമുക്ക് മുറിവേൽപ്പിക്കുന്നതും നമ്മളെ പാപത്തിലാക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ രോഗത്തിലാക്കുന്ന സൃഷ്ടിപ്പല്ല. നമുക്ക് നല്ലതും ആഹാരവും നമുക്കതുപോലെ തന്നെ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, നമുക്ക് ഈ ലോകത്തിൽ ഇപ്പോഴും സൃഷ്ടിപ്പ്, അപ്രകാരമുള്ള സൃഷ്ടിപ്പ് ഇപ്പോഴും ശേഷിച്ചിരിക്കുകയാണ്. അപ്രകാരമുള്ള സൃഷ്ടിപ്പ് ദൈവം നടത്തുകയും അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവവും മനുഷ്യനും തമ്മിലൊരു ഈടാർന്ന ബന്ധത്തിന് വേണ്ടി 7ാമത്തെ ദിവസം ശബത്ത് സൃഷ്ടിക്കുകയും മനുഷ്യനും ഒരു ഈടാർന്ന ബന്ധത്തിന് വേണ്ടി തക്കതായിട്ടുള്ള തുണയും നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആദാം ഹവ്വയുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു. എപ്പോൾ വന്നു? അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു എന്ന് തിരുവചന സത്യം നമ്മോട് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അവർ പാപം ചെയ്തതിനു ശേഷം അത് പ്രയാസത്തിലും പ്രശ്നത്തിലും കഷ്ടതയിലും വേദനയിലും ചെന്നെത്തി. അതിന്നും നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാം തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ നിന്നും, ആദാം ഹവ്വയുടെ കുടുംബ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്ത് പാഠമാണ് ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ പാഠമെന്ന് പറയുന്നത്, നാം ഒരു കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ബുദ്ധിമുട്ടുകൾ, നമ്മൾ എങ്ങനെ നമ്മുടെ സമ്പാദ്യം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കും. നമ്മുടെ മക്കളെ എപ്രകാരം വളർത്തണം, ഒരു വീട് വെക്കണം,
അതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങൾ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ ആദാമും ഹൗവയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നൽകുകയും അവർക്ക് ആഹാരം നൽകി, അവർക്ക് കാണുവാൻ ഭംഗിയുള്ള പൂക്കളും മരങ്ങളും എല്ലാം നൽകി, അവർക്ക് കിടന്നുറങ്ങുവാൻ പട്ടുമെത്തയുള്ള പുൽത്തകിടികൾ നൽകി, അതുപോലെ തന്നെ അവർക്ക് പെറ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് വളർത്തു മൃഗങ്ങളായിട്ട് അവർക്ക് നൽകി. വളരെയധികം അനുഗ്രഹമേറിയ നിമിഷങ്ങൾ ദൈവം നൽകി. അവർക്ക് ഏദെൻ തോട്ടം ദൈവം നൽകി. ഇവിടെ പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാം നിനക്ക് സ്വന്തമാണ്, ഭൂമിയിൽ നീ അധിപനായിരിക്കും, ഭൂമിയിലുള്ള അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയും എല്ലാം നിന്റെ കീഴിലായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, അവർക്ക് ഏതേം തോട്ടമെന്ന് കുറച്ച് സ്ഥലം മാത്രമേ അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. ആ കുറച്ച് സ്ഥലത്ത് അവർ എത്ര സത്യസന്ധരായിരുന്നു. അവിടെ അവർ അത്ര സത്യസന്ധര അല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും മാറി അവർക്ക് പിന്നെ മുള്ളും പരക്കാറും നിറഞ്ഞ സ്ഥലം അവർക്ക് നൽകി ശാപമായിട്ട് ലഭിച്ചു എന്ന് കാണുവാൻ സാധിക്കും. കർത്താവായ ദൈവം അവർക്ക് അവിടെ ഏദെൻ തോട്ടം നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് എപ്രകാരം നോക്കുന്നോ അതിനനുസരിച്ച് ഏദെൻ തോട്ടത്തിന്റെ വിസ്തൃതം അല്ലെങ്കിൽ അതിർ മാറ്റിക്കൊണ്ടുപോകും. അതിർ അവർക്ക് വളരെയധികം വിസ്തീർണമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിർ മാറ്റി കുറച്ചും കൂടെ നീട്ടിക്കൊടുക്കും. അവർക്ക് ലഭിക്കുന്ന മക്കൾക്കും അവർക്ക് അവരുടെ തലമുറകൾക്കും ആ ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവം ഈ ഭൂമിയെങ്ങും നിറഞ്ഞു നിൽക്കും. അത് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ പുത്രൻ യെരൂശലേം എന്ന് പറയുന്നത്. ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവം തന്നെയാണ്. ഈ ഭൂമിയെങ്ങും നിറയും. പാപമില്ലാതെ ഉള്ള ഒരു നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അവർ പാപം ചെയ്തതുകൊണ്ട് ഏദെൻ തോട്ടം നഷ്ടപ്പെട്ടു. ഏദെൻ തോട്ടത്തിൻ്റെ മാഹാത്മ്യം അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വീണ്ടും ഈ ഭൂമി നിറയുന്ന പുതിയ യെരൂശലേമായിട്ട് വരുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എപ്രകാരം പകർത്തുവാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കും, ഇനി മുതൽ എന്തായിരിക്കും നമ്മളുടെ കുടുംബജീവിതം നയിക്കുന്നത്, വീട് വയ്ക്കണം, മക്കളെ പഠിപ്പിക്കണം എല്ലാം. എന്നാൽ ഇവിടെ എന്താണ്? ആദ്യം കർത്താവായ ദൈവം ആദാമിനും ഹൗവയ്ക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നൽകി. എന്നിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. ഒരു കുടുംബം ദൈവഹിതപ്രകാരമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥനയോടുകൂടി നല്ല ഒരു വിവാഹ ബന്ധം പുരോഹിതനെ കൊണ്ടുവന്ന് സത്യസഭയിൽ ചെന്ന് പ്രതിജ്ഞയെടുത്ത് നല്ലൊരു കുടുംബ ബന്ധം നാം മുറുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹം ദൈവം അവിടെ കണ്ടെത്തും. പ്രയാസങ്ങളും പ്രതികൂലങ്ങൾ വന്നിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി അവിടെ നിൽക്കും. സാമ്പത്തിക ക്ലേശം വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, പരിഹാസം വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് ദൈവം കാവലായി നിൽക്കും. ആമേൻ. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആദ്യം ആദാമിനും ഹൗവയ്ക്കും ദൈവം എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹം നൽകി. അതിനുശേഷമാണ് ആദാമിനെയും ഹൗവയെയും അവിടെ ഏദെൻ തോട്ടത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇന്ന് താമസിക്കുന്ന ഓരോ ആദാമിനും ഓരോ ഹൗവയ്ക്കും ഇന്ന് നിങ്ങളെല്ലാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ എല്ലാ പുരുഷന്മാരും ചിന്തിക്കണം, കുടുംബസ്ഥന്മാർ, ഞാൻ ആദാമാണ്. എല്ലാ കുടുംബിനികളും ചിന്തിക്കണം, ഞാൻ ഹൗവയാണ്. നമുക്ക് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം നമുക്കുള്ള അനുഗ്രഹം നേരത്തെ മുന്നമേ ദൈവം കണ്ടിട്ടുണ്ട്. ആ അനുഗ്രഹത്തെ നാം പ്രാർത്ഥനയോടുകൂടി ദൈവവചന കൽപ്പനയും അതുപോലെ തന്നെ അനുസരണത്തോടുകൂടി അതിനെ പിടിച്ചു പറ്റണം എന്ന ചിന്ത ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. ഇതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം. അപ്രകാരം നാം മുന്നോട്ട് നയിക്കുമ്പോൾ ഒന്നാമത് നാം ചിന്തിക്കേണ്ട കാര്യം, നമുക്കുള്ള അനുഗ്രഹം ദൈവം തന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിൻ്റെ കുറവ് കാരണമാണ് അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത്. രണ്ടാമത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആദാമും ഹൗവയുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നാം എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ആയിരിക്കണം. ഇവിടെ ആദാമും ഹൗവയ്ക്കും ആദ്യം ദൈവം നൽകിയ വസ്ത്രം എന്താണ്? ഇവിടെ നാം ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായവും 3-ാം അധ്യായത്തെക്കുറിച്ചാണ് നാം ഇന്ന് കാണുന്നത്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കേണ്ട ആവശ്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ
അവർ നഗ്നരായിരുന്നു. അവർ പക്ഷേ നഗ്നരായിരുന്നാലും അവർക്ക് നാണം, അല്ലെങ്കിൽ അവർ അതിന് നാണം കെടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണ്? നീതിയാകുന്ന വസ്ത്രം കർത്താവായ ദൈവം അവർക്ക് നൽകിയിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം ഉണ്ടോ? നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കുടുംബനാഥനും കുടുംബിനെയും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഓരോ തീരുമാനങ്ങൾ, നാം ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തുമ്പോൾ, ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ, മക്കൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ തീരുമാനങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ടാകണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നാണം നിങ്ങൾ കെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് നാണക്കേട് വരേണ്ട ഒരു ആവശ്യമില്ല. ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം നിങ്ങൾ അണിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതിയെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കഴിയും. ആമേൻ. അത് തന്നെയാണ് ദൈവം ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം ആദാമിനും ഹൗവയ്ക്കും അണിഞ്ഞത് കൊണ്ട് അവർക്ക് ഒന്നിനും മുട്ടില്ലായിരുന്നു. അവർ നാണക്കേട് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. നാമും ദിനം പ്രതി ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം അണിയേണ്ട ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവിടെ ചിന്തിക്കുന്നത്, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കണം. ആദാമിന് ഹൗവയെ ദൈവം നൽകിയപ്പോൾ ആദാമിനോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കണം. എന്തു ചെയ്തിരുന്നാലും ഒരുപോലെ നിങ്ങൾ പോകുക, ഒരുപോലെ തന്നെ പോകണം. നിങ്ങൾ എന്ത് ചിന്തിച്ചിരുന്നാലും നിങ്ങളുടെ ചിന്തകൾ തമ്മിൽ വാക്കുകളായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചിരുന്നാലും പ്രവർത്തിക്കുന്നതിന് മുൻപ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അത് നല്ല രണ്ടുപേർക്കുള്ള ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. ആദാമ് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭക്ഷണ സാധനം അതിൻ്റെ പകുതി ഹൗവയ്ക്കും നൽകണം. ഹൗവ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ആദാമിനോട് പറഞ്ഞ് ഒരുമിച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരുന്നത്. എന്നാൽ അവർക്ക് ഇടയ്ക്ക് ഒരു തെറ്റുപറ്റിപ്പോയി. ആദാം ചിലപ്പോൾ പ്രാർത്ഥനയിലായിരുന്നേക്കാം, ചിലപ്പോൾ വേറൊരു കാര്യം ചെയ്തിരുന്നേക്കാം. ഹൗവ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു. ഹൗവ ഒറ്റയ്ക്ക് ചിന്തിക്കുവാനും അതുപോലെ തന്നെ ഹൗവ ഒറ്റയ്ക്ക് നടക്കുവാനും ശ്രമിച്ചു. അതിന് ആദാമിനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ ആ ഒരു നിമിഷത്തേക്ക് മാറിയപ്പോഴാണ് വലിയ പാപം അവിടെ സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബനാഥന്മാരും കുടുംബിനികളും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് പ്രവർത്തിച്ചിരുന്നാലും, എന്ത് ചിന്തിച്ചിരുന്നാലും, എന്തു തന്നെ തീരുമാനമെടുത്തിരുന്നാലും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുക്കണം. ഒരാളുടെ ആഗ്രഹമല്ല, രണ്ടുപേരുടെയും ആഗ്രഹം ഒരുപോലെ പോകണം. അപ്രകാരം ഒരുപോലെ പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഹൗവ വേർപിരിച്ചു പോയപ്പോഴാണ് ഹൗവയ്ക്ക് വേറെ ഒരു പിശാചിനെ കണ്ടുമുട്ടാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പ്രയാസവും അവസാനം അന്ധകാരത്തിൽ ചെന്നെത്തുന്നു എന്ന ഒരു പാഠമാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരുപോലെ തീരുമാനമെടുക്കുക. ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ കുടുംബിനെയും അതുപോലെ തന്നെ കുടുംബസ്ഥനും ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്താൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പിശാചിന് സ്നാനം ഉണ്ടാവില്ല. അവിടെ തീർച്ചയായിട്ടും ദൈവത്തിന് തന്നെ സ്ഥാനമായിരിക്കും. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. ആമേൻ. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഓരോ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം. ഒരുമിച്ച് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയോ. ഇവിടെ ഒരുമിച്ച് നിൽക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഹൗവ പോയപ്പോൾ ഹൗവ മനോഹരമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹൗവ എന്ന് വിളിച്ചു. അപ്പോൾ ഹൗവ തിരിഞ്ഞു നോക്കി, എന്താണ് ഞാൻ കേൾക്കുന്നത്? ഹൗവ മുകളിലോട്ട് നോക്കി, അതുപോലെ തന്നെ ഹൗവ സൈഡിലോട്ട് നോക്കി, അതുപോലെ ഹൗവ ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്. നോക്കിയപ്പോൾ മനോഹരമായുള്ള പാമ്പ്. ഇന്ന് നമ്മൾ കാണുന്ന പാമ്പൊന്നുമല്ല. പാമ്പ് സ്വർണ്ണ നിറത്തിൽ ചിറകുകൾ അണിഞ്ഞ് ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ പാമ്പിൻ്റെ സ്വർണ്ണ നിറം വളരെയധികം തിളങ്ങി നിൽക്കുകയാണ്. ആദാമിനെക്കാളും മധുരമേറിയ ശബ്ദം ഹൗവേ എന്ന് വിളിക്കുകയാണ്. എന്നെ ഇത്രയും മധുരമായിട്ട് വിളിക്കുന്ന ആരെയും ഞാൻ കാണുന്നില്ല. ആദാമുമായിട്ട് ഒരു വേർപാടിൻ്റെ അവസ്ഥ വന്നപ്പോൾ അപ്രകാരം ഒരു ചിന്ത വന്നു. ഇന്ന് ഭർത്താവും ഭാര്യയും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം താല്പര്യങ്ങളാൽ നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത് അതിമധുരമായിട്ട് തോന്നും.
പക്ഷേ അവസാനം പാപത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഇവിടെ ഹൗവ അപ്രകാരം നോക്കിയപ്പോൾ അവിടെ അവിടെ പിശാചൊന്നും പറഞ്ഞില്ല. പിശാച് ദൈവത്തിന്റെ വചനവുമായിട്ട് വന്ന് അവരെ തെറ്റിച്ചു. ദൈവത്തിന്റെ വചനം പറഞ്ഞു തന്നെ പിശാച് ഹൗവയെ തെറ്റിച്ചു. ഇന്ന് ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിൽ എങ്ങുമുണ്ട്. എന്നാൽ യഹൂദന്മാർ ചെയ്തതുപോലെ ദൈവത്തിന്റെ വചനം അടിസ്ഥാനമാക്കുകയും അവർ കെട്ടിപ്പടുത്തിയത് അവരുടെ സംസ്കാരത്തെയാണ് കെട്ടിപ്പടുത്തിയത്. അടിസ്ഥാനം ദൈവത്തിന്റെ വചനം തന്നെയായിരുന്നു. എന്നാൽ അവരുടെ അടിസ്ഥാനങ്ങളൊക്കെ പിന്നെ മാറി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിന് അനുസരണമായ ഒരു ജീവിതത്തിന് വേണ്ടി അവർ ദൈവത്തിന്റെ വചനത്തെ വളച്ച് ഒടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യഹൂദന്മാരുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർ സ്ത്രീകളെ താഴ്ന്നവരായിട്ട് അവർ കണ്ടു. അവരെ ഒരുപോലെ കണ്ടില്ല. ഇന്ന് ഓരോ കുടുംബവും അങ്ങനെ യഹൂദയായിട്ടുള്ള സംസ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അപ്രകാരം നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ ലോകത്തിൽ ഇറങ്ങിച്ചെന്ന് എനിക്ക് ലോകക്കാരെ പോലെ ജീവിക്കണം, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അതിനനുസരണമായി തന്റെ ജീവിതത്തിൽ വരട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്തയാണ് ഹൗവയ്ക്ക് സാത്താൻ കൊണ്ടിട്ടത്. പറഞ്ഞു, നീ മരിക്കയില്ല, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഓരോ പാപം ചെയ്യിപ്പിക്കുവാൻ സാത്താൻ നമ്മളെ ഒരുക്കുമ്പോൾ അവിടെ ഹൗവയും ആദാമും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ പാപം അവിടെ വരില്ലായിരുന്നു. കുടുംബത്തിൽ കുടുംബനാഥനും അതുപോലെ തന്നെ കുടുംബിനിയും ഒരുമിച്ചെടുക്കുന്ന തീരുമാനം, അവർ പ്രാർത്ഥനയോടുകൂടെ ഒരുമിച്ചെടുക്കുന്ന തീരുമാനം ഒരു പിശാചിനും വന്ന് നിങ്ങളെ തകർക്കുവാൻ കഴിയില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിത പ്രകാരമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലേക്ക് നയിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ കരം പിടിക്കുന്നതായിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മക്കൾക്കും തലമുറയ്ക്കും അനുഗ്രഹമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവസാനം സ്വർഗത്തിൽ അടുപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഒരുപോലെ തീരുമാനമെടുക്കുക, ഒരുമിച്ച് തീരുമാനമെടുക്കുക. ഇവിടെ ഹൗവ മാറി സഞ്ചരിച്ചു. അങ്ങനെ പിശാച് ഹൗവയ്ക്ക് ആ പഴം കൊടുക്കുകയും ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിക്കുക. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഫലം അവിടെ ഭക്ഷിക്കുകയാണ്. പാപത്തിലേക്ക് വന്നു. പാപത്തിലേക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നഗ്നനാണെന്നറിഞ്ഞു. എപ്രകാരം നഗ്നനാണെന്നറിഞ്ഞു? അതുവരെയും ദൈവത്തിന്റെ നീതിയാകുന്ന വസ്ത്രം അവർ അണിഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അവർ നഗ്നനായെന്ന് തോന്നിയില്ല. ലോകത്തിന്റെ ചിന്ത അവരുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ആ പഴം ഭക്ഷിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ നീതിയാകുന്ന വസ്ത്രം എടുക്കപ്പെടുകയും അവരുടെ ഇടയിൽ നഗ്നനായെന്ന് തോന്നി അവർ ലോകത്തിൽ നിന്നും, അല്ലെങ്കിൽ അവിടെ ഇലകൾ ഉണ്ടാക്കി ആ ഇലകൾ കൂട്ടിച്ചേർത്ത് അവർ വസ്ത്രം ഉണ്ടാക്കിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ലോകത്തിന്റെ ചിന്ത നമ്മളുടെ ഇടയിൽ വരുമ്പോൾ ലോകരെ പോലെ വസ്ത്രമണിയുവാനും ലോകരെ പോലെ ജീവിത ശൈലി കൊണ്ടുവരുവാനും ലോകരെ പോലെ സംസാരിക്കുവാനും ലോകരെ പോലെയുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുവാനും ലോകരെ പോലെയുള്ള കുടുംബജീവിതം കെട്ടിപ്പടുത്തുവാൻ ചിന്തിക്കുന്നു. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ദൈവത്തിന്റെ നീതിയാകുന്ന വസ്ത്രം പ്രാർത്ഥനയോടുകൂടെ കുടുംബജീവിതം തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ നീതിയാകുന്ന വസ്ത്രം അന്ന് നൽകുകയും ലോകരെ പോലെ ഞാൻ ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ആ നീതിയാകുന്ന വസ്ത്രം മാറി അവർ എന്താണ്, ലോകത്തിൽ നിന്ന് തന്നെ അവിടെ ഫിഗ് ട്രീ അല്ലെങ്കിൽ അവിടെ ഒരു മരത്തിന്റെ ഇല കൊണ്ട് അവർ മുഴുവനും അവരെ മറിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ പറയുന്നു, അവർ ഒളിച്ചിരിക്കുകയാണ്. തെറ്റ് ചെയ്തപ്പോൾ അവർ ഒളിച്ചിരിക്കുകയാണ്. പലപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ കുടുംബനാഥനും കുടുംബിനികളും ഒളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത്? പ്രഭാത പ്രാർത്ഥനയില്ല, സന്ധ്യാ പ്രാർത്ഥനയില്ല, ദൈവത്തിന്റെ വചനം പഠിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നില്ല, മക്കളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നില്ല, മക്കളോടുള്ള പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. ഇങ്ങനെ കുടുംബ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒന്നുമില്ലാതെ അവർ പലപ്പോഴും ദൈവത്തിൽ നിന്നും ഒളിച്ചു നിൽക്കുകയാണ്. ഇവിടെ പറയുന്നു, അവരെ സന്ദർശിക്കുവാൻ പ്രഭാതത്തിലും
വൈകുന്നേരവും ദൈവം അവരെ അടുത്തു വന്നു. ഇന്ന് ഓരോ കുടുംബത്തെയും സന്ദർശിക്കുവാൻ പ്രഭാതത്തിലും വൈകുന്നേരവും ദൈവം വരികയാണ്. നിങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ടോ? വൈകുന്നേരത്തെ പ്രാർത്ഥനയുണ്ടോ? അതാത് ദിവസത്തിലെ അനുഗ്രഹം തരുവാൻ വേണ്ടി പ്രഭാതത്തിൽ ദൈവം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ വാതിലുകളെ തുറക്കുന്നുണ്ടോ? സന്ധ്യാസമയത്ത് ആ അനുഗ്രഹം പിടിച്ചു വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടി വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ സന്ധ്യ പ്രാർത്ഥനയോടുകൂടി വാതിൽ തുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിങ്ങളോടും നിങ്ങൾ അവനോടും കൂടെ നിങ്ങൾ അത്താഴം കഴിക്കും. ആമേൻ. ഇത് തന്നെയാണ് ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹം. അപ്രകാരം വൈകുന്നേരം വന്നപ്പോൾ അവർക്ക് പ്രാർത്ഥനയില്ല, പാട്ടില്ല, അവർ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് ഒളിച്ചിരിക്കുവാൻ അനേക മാർഗങ്ങളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ജോലി തിരക്കൊണ്ട് നാളെ ഓഫീസിൽ പോകേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ടി വിയിൽ അനേകം പ്രോഗ്രാമുണ്ട്, ടി വി സീരിയലുകൾ കാണണം. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിൽ നിന്നെല്ലാം ഒളിച്ചിരിക്കുന്നത്. ഇനി മൊബൈലും ഇന്റർനെറ്റും എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥനയോട് ഇരിക്കുക. അവർ ഒളിച്ചിരിക്കുവാൻ പറ്റില്ല. ദൈവം അവരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവർ അണിഞ്ഞ വസ്ത്രം എന്താണെന്ന് ദൈവം മനസ്സിലാക്കി. എന്നിട്ട് ആ വസ്ത്രം ദൈവം മാറ്റുകയും ദൈവം അവിടെ അവർക്ക് തോല് കൊണ്ടുള്ള ഒരു വസ്ത്രം അണിയിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. തോല് കൊണ്ടുള്ള, മരത്തിന്റെ തോലല്ല, സ്കിൻ എന്നാണ് പറയുന്നത്, മരത്തിന്റെ തോലല്ല, ഏതോ ഒരു മൃഗത്തിന്റെ തോല് കൊണ്ട്, നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ തോല് കൊണ്ട് അവർ അണിയിക്കുകയാണ്. നീതിയാകുന്ന വസ്ത്രം അവർക്ക് നൽകിയപ്പോൾ അവർ ഇപ്രകാരമെല്ലാം നഷ്ടപ്പെടുത്തി, അവർ നീതിയാകുന്ന വസ്ത്രം നഷ്ടപ്പെടുത്തി പാപത്തിലേക്ക് വന്നപ്പോൾ അവിടെ നീതിയാകുന്ന കുഞ്ഞാടെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ യാഗമായി തീർന്ന് അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി നീതിയും വസ്ത്രമായി നിൽക്കും എന്ന അർത്ഥമുള്ള ആ തോല് കൊണ്ട് അവരെ അണിയിക്കുകയാണ്. ആമേൻ. എന്ന് ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് അവർ തെറ്റ് ചെയ്ത് അകന്ന് നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് നീതിയാകുന്ന വസ്ത്രം കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുകയാണ്. ആ നീതിയാകുന്ന വസ്ത്രം ദിനം പ്രതി നാം അണിയുന്നുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി അണിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ആകുന്ന നീതിയാകുന്ന വസ്ത്രം അണിയുകയും ആ ക്രൂശിൽ നോക്കി ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ? അപ്രകാരം ക്രൂശിൽ നോക്കി ചെയ്യുകയാണെങ്കിൽ അവിടെ ആദാമിനും ഹവ്വയുടെയും ജീവിതത്തിൽ അവർ പാപം ചെയ്ത് അകന്നു പോയിട്ടും കർത്താവായ യേശു ക്രിസ്തുവിലാകുന്ന നീതിയാകുന്ന വസ്ത്രത്തിലൂടെ അവരെ ദൈവം വീണ്ടും അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതുപോലെ ഇന്ന് അതുപോലെ അടുപ്പിക്കുവാൻ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹം ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങൾ മാതാവും പിതാവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കേണ്ടതാകുന്നു. വെവ്വേറെ എടുത്തു കഴിഞ്ഞാൽ പിശാച് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കരുത്. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നീതിയാകുന്ന വസ്ത്രം ദൈവം നിങ്ങൾക്ക് നൽകും. അപ്രകാരം നീതിയാകുന്ന വസ്ത്രം നിങ്ങൾക്ക് ദൈവം നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അപ്രകാരം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആദാമിനെ ഹവ്വയും വീണ്ടും പാപം ചെയ്ത് ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കും. അതിനെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, നമ്മുടെ പൂർവ്വപിതാക്കളായ ആദാമിനും ഹവ്വയ്ക്കും പിതാവേ, അങ്ങ് നൽകിയ അനുഗ്രഹം അവർ പാപം ചെയ്തിട്ടും അങ്ങ് വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുഗ്രഹവും ക്രിസ്തു ആകുന്ന ദൈവമേ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വീണ്ടെടുപ്പ് നമ്മുടെ കുടുംബത്തിൽ വരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.